ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണം, നല്ലതേതെന്ന് പറയാമോ? പലരും കമൻറ്റിലൂടെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്ന് നിരവധി സൂപ്പർ ഹിറ്റ് മൂവീസൊക്കെ OTT പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ഒരു 4K TV-യിൽ നമ്മുടെ ആസ്വാദന നിലവാരം ഉയർത്താനായിട്ട് മികച്ചൊരു ഇൻ്റർനെറ്റിനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വീഡിയോ ഈ ഒരു സന്ദർഭത്തിൽ പല ആളുകൾക്കും ഉപകാരപ്രദമാവും. പ്രത്യേകിച്ചും കുറഞ്ഞ ചിലവിൽ ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ഒരു കാലത്ത് ലാൻഡ് ലൈനും ഇൻ്റർനെറ്റും എന്നാൽ ഒരേ ഒരു പേരായിരുന്നു നമുക്ക് അറിയാമായിരുന്നു, BSNL. BSNL അവരുടെ ലാൻഡ് ലൈൻ കണക്ഷനുകൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന കോപ്പർ കേബിൾ മുഖേന തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രോഡ്ബാൻഡ് സർവീസ് നൽകിയിരുന്നത്. അപ്പോൾ ഈ പഴയ ലാൻഡ് ലൈൻ കണക്ഷനുകൾക്ക് ഉണ്ടാകുന്ന ടെക്നിക്കൽ ലിമിറ്റേഷൻ, അതുപോലെ കോപ്പർ കേബിളുകൾക്ക് കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന മറ്റ് തകരാറുകൾ, ഇതൊക്കെ തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള ആ ഒരു കോപ്പർ കേബിൾ മുഖേനയുള്ള ഇൻ്റർനെറ്റ് സർവീസിനെ ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗിക്കുന്നതിലൂടെ സർവീസ് വൈസ് ആൻഡ് ടെക്നോളജി വൈസ് റീഫോം ആയിട്ടുള്ള BSNL മറ്റു സ്വകാര്യ കമ്പനികൾക്ക് സമമായതോ അല്ലെങ്കിൽ അതിനും മികച്ചതോ ആയിട്ടുള്ള ഒരു സർവീസ് അനുഭവം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ആകമാനം വളരെ വലിയൊരു ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല തന്നെ BSNL-നുണ്ട്. 10 Mbps മുതൽ 1 Gbps വരെയുള്ള ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ അവരിന്ന് നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 90% പ്രദേശത്തും ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ BSNL നൽകുന്നുണ്ട്. ഓരോരോ പ്രദേശത്തും ഫ്രാഞ്ചൈസികളെ കണ്ടെത്തിയിട്ട് അവരുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് BSNL കണക്ഷനുകൾ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ കണക്ഷൻ നൽകാൻ ഇന്ന് BSNL ആകുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു പരാതി വന്നാൽ അത് സമയബന്ധിതമായിട്ട് പരിഹരിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. BSNL വഴി ഇന്ത്യ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഭാരത് നെറ്റ് ഉദ്യമി എന്ന സ്കീം സാധാരണക്കാർക്ക് ഏറ്റവും അനുഗ്രഹമായ ഒരു സ്കീമാണ്. ഈ ഒരു പ്ലാനിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ നൽകേണ്ടതായിട്ടുള്ള മോഡത്തിൻ്റെ വില അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചാർജ് ഇതൊന്നും തന്നെ നൽകേണ്ടതില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3000 രൂപ മുതൽ 5000 രൂപ വരെ കസ്റ്റമർക്ക് സേവ് ചെയ്യാം. ഈ ഒരു പ്ലാൻ നമുക്ക് ലഭ്യമാവുന്നത് റൂറൽ ഏരിയകളിലാണ്. ഇന്ന് അവൈലബിൾ ആയ ഏറ്റവും വാല്യൂ ഫോർ മണി പ്ലാൻസ് അത് BSNL മാത്രമാണുള്ളത്. ഇന്ത്യയിൽ എവിടെയും ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് ഫ്രീ കോൾസ് എല്ലാ കണക്ഷനോടൊപ്പം തികച്ചും സൗജന്യമാണ്. ബേസിക് പ്ലാനായിട്ടുള്ള 249 രൂപയ്ക്ക് 10 Mbps സ്പീഡിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നു. റൂറൽ ഏരിയയിലുള്ളവർക്കായിട്ടുള്ള സ്പെഷ്യൽ പ്ലാനായിട്ടുള്ള 399 രൂപയുടെ പ്ലാനിൽ 30 Mbps സ്പീഡിൽ ഇൻ്റർനെറ്റ് ലഭിക്കും. ഇനി റൂറൽ ഏരിയയിൽ അല്ലാത്തവർക്കായിട്ട് 449 രൂപയ്ക്ക് ഒരു അടിപൊളി പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ 50 Mbps സ്പീഡിൽ ഇൻ്റർനെറ്റ് ലഭിക്കുകയും ചെയ്യും. 3300 GB വരെ നമുക്ക് ഡാറ്റയും ലഭിക്കും. അപ്പോൾ അതാണ് നമുക്ക് TV കാണുന്നവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാവുന്ന 2 പ്ലാനുകൾ. ഇതാകുമ്പോൾ നമുക്ക് ഹൈ റെസൊല്യൂഷനിൽ സിനിമകൾ കാണുകയും ചെയ്യാം, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത മറ്റു ചില പ്ലാനുകളും BSNL-നുണ്ട്. നമ്മളൊക്കെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തതിന് ശേഷം സിനിമകൾ ആസ്വദിക്കാനായിട്ട് OTT പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഹോട്ട്സ്റ്റാർ അല്ലെ C5, സോണി ലിവ് ഇതൊക്കെ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യും. എന്നാൽ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ബണ്ടിൽഡ് ആയിട്ടുള്ള പ്ലാനുകളും BSNL-നുണ്ട്. കൊള്ളാല്ലേ? ഇതുപോലെ നിരവധി പ്ലാനുകൾ ഇന്ന് BSNL-നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് BSNL മാർക്കറ്റിലൊന്ന് ഡൗൺ ആയിരുന്നെങ്കിലും ഇപ്പോൾ വളരെയേറെ പവറോടെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ലാൻഡ് ലൈൻ കണക്ഷനില്ലേ, അതിന്ന് അവർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അന്ന് ലാൻഡ് ലൈൻ കണക്ഷൻ അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ആക്ടിവേറ്റ് ആയി കിട്ടും. അതും തികച്ചും സൗജന്യമായിട്ട് ഇന്ത്യയിൽ എവിടേക്കും അൺലിമിറ്റഡ് ആയിട്ട് കോളുകൾ വിളിക്കാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ആത്മനിർഭർ 4G 5G സർവീസ് ഈ വർഷം തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി മൊബൈൽ ടെക്നോളജി സ്വന്തമായിട്ടുള്ള വളരെ ചുരുക്കം രാജ്യങ്ങളുടെ ആ ഒരു പട്ടികയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ പേരും കൂടി എഴുതി ചേർക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ 4G കിട്ടാത്ത 336 റിമോട്ട് ഏരിയയിലേക്ക് 4G കണക്ടിവിറ്റി എത്തിക്കാനുള്ള ശ്രമങ്ങളും BSNL ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കൊച്ചിയും ലക്ഷദ്വീപും തമ്മിൽ സബ്മറൈൻ കേബിൾ വഴി ബന്ധിക്കുകയും അത് ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് വൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു എന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ കൈലാഷ് മാനസരോവർ യാത്ര, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിൻ, നക്സൽ ബാധിത പ്രദേശങ്ങൾ, മറ്റ് റിമോട്ട് ഏരിയാസ്, ഇവിടെയൊക്കെ തന്നെ അതായത് പ്രൈവറ്റ് നെറ്റ്വർക്കുകൾക്ക് യാതൊരു ബിസിനസ് താല്പര്യവും ഇല്ലാത്ത ആ റിമോട്ട് ഏരിയകളിലൊക്കെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കാൻ BSNL മാത്രമേ സാധിക്കൂ. ഡിഫൻസിലൊക്കെ ആകെ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് കണക്ഷനാണ് BSNL എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BSNL വളരെ സുരക്ഷിതമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സ്റ്റെബിലിറ്റി ഉള്ളതും നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാനുകൾ സജസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള BSNL തന്നെ പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.